അതാണ് റൂള്. അപ്പോൾ ഇവിടെ റീഡിങ് എന്ന് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യൂസ്ഡ് ടു മാത്രമേ ഉള്ളെങ്കിൽ വെർബിന്റെ ബേസ് ഫോം. യൂസ്ഡ് ടുവിന് തൊട്ട് മുമ്പിൽ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ വന്നാൽ ING ഉപയോഗിക്കണം. രണ്ടിനും രണ്ടർത്ഥമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എൻട്രിയുടെ ഡിഗ്രി ചാനലിലൂടെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സുമായി വന്നിട്ട് കുറച്ച് നാളായി. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സുമായി വന്നിരിക്കുന്നത്. ഡിഗ്രി മെയിൻസ് പരീക്ഷ, അതുപോലെ തന്നെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് പരീക്ഷ, പ്രിലിംസ് പരീക്ഷ, ഇതിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കിടിലൻ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിലവാരമുള്ള 40 ചോദ്യങ്ങൾ, അതും എപ്പോഴും ചെയ്യുന്ന പോലെ മിക്സഡ് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് 5 ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ നിന്നും, ഈവൻ വൊക്കാബുലറി ഉൾപ്പെടെ സെലക്ട് ചെയ്താണ് ഞാൻ ഈ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണണം. ഞാൻ ഇതുവരെ ചെയ്ത യൂട്യൂബിലുള്ള എല്ലാ ക്ലാസ്സുകളും, അത് ഡിഗ്രി ചാനലിൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ക്ലാസ്സുകൾ എൻട്രിയുടെ PSC ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്, അതും കാണണം വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ. കാരണം എല്ലാ നിലവാരമുള്ള ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് ക്ലാസ്സുകൾ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈവൻ അത് 10ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷയായാലും, +2 നിലവാരമുള്ള പരീക്ഷയായാലും, ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയായാലും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എൻട്രിയിലൂടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് ഒരുപാട് പേരെ ജോലിക്ക് കയറ്റാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോ വീഡിയോ ക്ലാസ്സും ആയിട്ടെത്തുന്നത്. കഴിഞ്ഞ LDC പരീക്ഷയിലൊക്കെ ചോദിച്ചത്, നമ്മൾ പഠിപ്പിച്ച 10 ചോദ്യങ്ങളും അതുപോലുള്ള ചോദ്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കാണുക, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് ഗ്രാമർ സിമ്പിൾ ആവും. പിന്നെ നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ ആപ്പിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് വരിക. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ടിപ്സ് ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ മാത്രമായിരിക്കും യൂട്യൂബ് ചാനലിലൂടെ തരുന്നത്. കാരണം യൂട്യൂബ് ചാനലിലൂടെ നമ്മളിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അതുമാത്രമല്ല, ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് യൂട്യൂബ് ചാനൽ ഒരു ആശ്രയമാണ്. അപ്പോൾ അവരെയും കൂടെ പരിഗണിക്കണം എന്നുള്ളത് കൊണ്ടാണ് യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെയുള്ള ക്ലാസ് തരുന്നത്. എന്നാൽ ടോപ്പിക് ക്ലാസ്സുകൾ കൂടുതൽ വരുന്നത് ആപ്പിലാണ്. അതുകൊണ്ട് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ തുച്ഛമായ റേറ്റിൽ നിങ്ങൾക്ക് എൻട്രിയിലെ ക്ലാസ്സുകൾ ലഭ്യമാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ആപ്പിലേക്ക് വരിക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വളരെ ഗുണപ്രദമാണ്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക. കാരണം ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് നല്ല അധ്യാപകരുടെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുന്നു. 40 ചോദ്യങ്ങൾ, നിലവാരമുള്ള 40 ചോദ്യങ്ങൾ, പല ടോപ്പിക്കുകളിൽ നിന്നും സെലക്ട് ചെയ്ത 5 ചോദ്യങ്ങളാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. ഇനി പരീക്ഷ വരെയും നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. യൂസ് ദ കറക്റ്റ് റിലേറ്റീവ് പ്രോനൗൺ. ക്വസ്റ്റ്യൻ നമ്പർ 1 to 5. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ, ഡാഷ് ഈസ് അവൈലബിൾ. വിച്ച്, ഹും, വാട്ട്, ദാറ്റ്. സോ ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ, ഡാഷ് ഈസ് അവൈലബിൾ. സിമ്പിളായിട്ട് ഒരു ടിപ്സ് പറഞ്ഞുതരാം. സ്പീക്കർ എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹൂ വരും അല്ലെങ്കിൽ ഹും വരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇംഗ്ലീഷിലെ റൂൾ അനുസരിച്ച് സൂപ്പർലേറ്റീവ് ഡിഗ്രി വാക്കുകൾക്ക് ശേഷം നിർബന്ധമായിട്ടും ദാറ്റ് ഉപയോഗിക്കണം എന്നൊരു റൂളുണ്ട്. അതുകൊണ്ട് ആൻസർ ദാറ്റ് ആണ്. എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി വാക്കുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചാലും റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആയിരിക്കും. ഹീ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ, ദാറ്റ് ഐ ഹാവ് എവർ സീൻ എന്നാ പറഞ്ഞു. ടൈറ്റാനിക് ഈസ് ദ ബെസ്റ്റ് ഫിലിം, ദാറ്റ് ഐ ഹാവ് എവർ സീൻ. സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതായത് ടാളസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, സ്ട്രോങ്ങസ്റ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ഡാഷ് വരുന്നതെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺ എപ്പോഴും ദാറ്റ് ആയിരിക്കും. ദ മാഗസിൻ ഡാഷ് യു ലെറ്റ് മീ ഈസ് ഇൻട്രസ്റ്റിംഗ്. മാഗസിൻ എന്ന് പറഞ്ഞൊരു തിങ്ങ, പേഴ്സൺ അല്ല. അപ്പൊ ഹും ഒന്നും വരത്തില്ല. സ്ഥലത്തെ കാണിക്കുന്നതാണ് വേർ. എന്താണോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് വാട്ട്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. അപ്പൊ വിച്ച് ആണ്. മാഗസിൻ തിങ്ങി വന്നാൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ്, ഇത് രണ്ടിൽ ഏതെങ്കിലും വരും. ഇവിടെ മാഗസിൻ വന്നുകൊണ്ട് വിച്ച് ആണ്. രണ്ടാമത്തെ ചോദ്യം അവസാനിച്ചിരിക്കുന്നു. മൂന്നാമത്തേത്, ദ മാൻ ഡാഷ് ഈസ് സിറ്റിംഗ് ബൈ ദ ഡോർ ടേക്സ് എ ബ്രേക്ക്. ദ മാൻ, മുമ്പിൽ പേഴ്സണും ശേഷം ഓക്സിലറി വെർബും വന്നാൽ പഠിച്ചു വെച്ചോണം. മുമ്പിൽ പേഴ്സണും ശേഷം ഓക്സിലറി വെർബും വന്നാൽ ഇംഗ്ലീഷിൽ എപ്പോഴും റിലേറ്റീവ് പ്രൊനൗൺ ഹൂ ആയിരിക്കും. പഠിച്ചു വെച്ചോണം. മാൻ ഒരു പേഴ്സൺ ആണ്, ഈസ് ഒരു ഓക്സിലറി വെർബാണ്. ആൻസർ ഹൂ. ഇതാണ് ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ടിപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീ ഈസ് ദ ഡോക്ടർ, ഡാഷ് ഐ വിൽ സീ ദിസ് ആഫ്റ്റർനൂൺ. ഹീ ഈസ് ദ ഡോക്ടർ, ഡാഷ് ഐ വിൽ സീ ദിസ് ആഫ്റ്റർനൂൺ. മുമ്പിൽ പേഴ്സണും, ഡോക്ടർ ഒരു പേഴ്സൺ ആണ്, ശ്രദ്ധിക്കണം. ശേഷം പ്രോനൗണും വന്നാൽ, നൗണോ പ്രോനൗണോ ഒക്കെ വന്നാൽ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഹും ആയിരിക്കും.
അപ്പം തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, മുമ്പിൽ പേഴ്സണും ശേഷം ഓക്സിലറി വെർബും വന്നാൽ ഹൂവും, മുമ്പിൽ പേഴ്സണും ശേഷം പ്രോനൗൺ ഐ വി യു ഹി ഷീ ഇറ്റ് ദേ വന്ന ഹും. ആരെയാണോ ഐ വിൽ സീ ദിസ് ആഫ്റ്റർനൂൺ ഹി ഈസ് ദ ഡോക്ടർ, അതാണ് അതിൻ്റെ അർത്ഥം. സോ ആൻസർ ഹും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഇറ്റ് വാസ് ജോൺ ഡാഷ് ജെയിംസ് ഗേവ് ദ കീസ് ടു. സൂപ്പർ ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാ. കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാം. ഇറ്റ് വാസ് ജോൺ ഹും എന്നാണ്. മുമ്പേ പറഞ്ഞ അതേ റൂള്, പേഴ്സൺ വന്നിട്ട് അപ്പുറത്തൊരു പേര് വന്നാൽ, ഇപ്പൊ പ്രോനൗൺ വരുന്നത് പോലെ തന്നെയാണ്, സെയിം റൂളാണ്. ഒരു നെയിം വന്നാൽ, ഒരു വ്യക്തിയുടെ പേര് വന്നാൽ, രാജു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഹും ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് ജോൺ ഹും ജെയിംസ് ഗേവ് ദ കീസ് ടു. അപ്പോൾ മുമ്പിൽ പേഴ്സണും ശേഷം ഓക്സിലറി വെർബും വന്നാൽ ഹൂവും, മുമ്പിൽ പേഴ്സണും ശേഷം പ്രോനൗൺ അല്ലെങ്കിൽ പേര് വന്നാൽ ഹുമ്മും ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൂ ആണ്, തെറ്റാണ്. ഹും ആണ് കറക്റ്റ് ഉത്തരം. ആൻസർ തെറ്റിപ്പോയത് ഇവിടെ പറഞ്ഞു. ചൂസ് ദ സിനോണിം. ഇനി നമുക്ക് ഇപ്പം നമ്മൾ 5 റിലേറ്റീവ് പ്രോനൗൺ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 5 സിനോണിംസ് നോക്കിയാലോ. എല്ലാവർക്കും പ്രശ്നമുള്ളതാണ് സിനോണിംസ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 5 എണ്ണം പറഞ്ഞു പോകാം. വളരെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള 5 എണ്ണം. ഓക്കെ, ചൂസ് ദ സിനോണിം. സഗേഷ്യസ്. സഗേഷ്യസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയോ? ഇമ്പർട്ടിനൻ്റ്. ഇമ്പർട്ടിനൻ്റ് എന്ന് വെച്ചാൽ റൂഡായ എന്നാണ്. റൂഡ്. ബോൾഡ്, ബോൾഡായ. അറഗന്റ്, ധിക്കാരിയായ. ഇൻ്റലിജൻറ്റ്, ബുദ്ധിയുള്ള. സഗേഷ്യസ് എന്ന് പറഞ്ഞാൽ വൈസ്, ഇൻ്റലിജൻറ്റ്, ബുദ്ധിയുള്ള. അഡ്ജക്റ്റീവാണ്. ഈ വേർഡ് ഒരു അഡ്ജക്റ്റീവാണ്. അഡ്മോണിഷ്. അഡ്മോണിഷ് എന്ന് പറയുന്ന വാക്ക് പലതവണ ചോദിച്ചതാണ്. റെഫ്യൂസ്, റീക്യാപ്പ്, റീഇൻസ്റ്റേറ്റ്, റെബ്യൂക്ക്. അഡ്മോണിഷിൻ്റെ മലയാള അർത്ഥം പറയട്ടെ. കുറ്റപ്പെടുത്തുക, ക്രിട്ടിസൈസ് ചെയ്യുക. അതേ അർത്ഥം വരുന്ന വാക്ക് റെബ്യൂക്ക്. കുറ്റപ്പെടുത്തുക, ക്രിട്ടിസൈസ് ചെയ്യുക എന്നാണ് അർത്ഥം. അഡ്മോണിഷിൻ്റെ അർത്ഥം റെബ്യൂക്ക്. നെക്സ്റ്റ്, കോൺസ്പിക്കസ്, വിസിബിൾ. കേട്ടുണ്ടോ? ഞാൻ ആൻസർ അങ്ങ് പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. കോൺസ്പിക്കസ് എന്ന് പറഞ്ഞാൽ വിസിബിൾ എന്നാണ് അർത്ഥം. വിസിബിൾ, വിസിബിൾ, വ്യക്തതയുള്ള, കാണാൻ കഴിയുന്ന എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, സാലിയൻ്റ്. നമ്മൾ സയൻസിലും ജോഗ്രഫിയിലും ഒക്കെ പറയും സാലിയൻ്റ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. ഇമ്പോർട്ടൻ്റ് എന്നർത്ഥം വരുന്ന വാക്ക് പ്രോമിനൻ്റ്. പ്രോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, സിഗ്നിഫിക്കൻ്റ്. മൈനർ, ഡിസ്പ്യൂട്ട്, എഗ്രിമെൻ്റ്. ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ ലഹള, കലഹം. എഗ്രിമെൻ്റ് സമ്മതം. മൈനർ, മൈനറായ. അപ്പോൾ ആൻസർ സാലിയൻ്റ്, പ്രോമിനൻ്റ് ആണ്. ഓക്കെ, ആവശ്യമില്ലാതെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ചാടി കയറി പറയുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പലപ്പോഴും യൂട്യൂബിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പലരെയും കൺഫ്യൂസ്ഡ് ആക്കാറില്ല. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഈ 5 വർഷം മുമ്പ് ഞാൻ ഈ യൂട്യൂബ് ക്ലാസ് തുടങ്ങുമ്പം പലരും എൻ്റെ ക്ലാസ് കാണാൻ തുടങ്ങിയതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം വലിയ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊരു ഒരു കാര്യത്തിൽ അവതരിപ്പിക്കാറില്ല. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് എൻ്റെ ക്ലാസ്സുകൾ ആദ്യം മുതൽ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തതും ആപ്പിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് വന്നതും. ഈ അടുത്ത കാലത്ത് ഒരു ക്ലാസ്സിൻ്റെ താഴെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് കുറേ കമൻസ് ഞാൻ കണ്ടു. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കമൻറ്റ് ചെയ്തതാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇംഗ്ലീഷ് അധ്യാപകർ ആരെങ്കിലും എൻ്റെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിർത്തേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് പുതിയതായിട്ട് ഇതിനകത്തൊന്നും കിട്ടാനില്ല. സോ ഇനിയിപ്പം എൻ്റെ വായിൽ നിന്ന് വീഴുന്ന എന്തെങ്കിലും മൈനറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ അറിവില്ലായ്മ പൊലിപ്പിച്ച് കാണിക്കണം എന്നതാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യത്തേക്കാൾ കൂടുതൽ അറിയാൻ വയ്യാത്ത കാര്യത്താണ്. ലോകത്തുള്ള 99.9% എനിക്കറിയില്ല. അതായത് കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നിങ്ങൾ എന്നോട് ചോദിക്കൂ, എനിക്കറിയില്ല. സൂര്യൻ ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രം എയിംസാണ് ക്ലാസ് ചെയ്യാൻ. അവരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണെങ്കിലും എല്ലാവരും ഇംഗ്ലീഷ് ഒന്നും വലുതായിട്ട് അറിയാവുന്നവരല്ല. ഇംഗ്ലീഷ് പഠിച്ചവർക്ക് പോലും ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും അറിയത്തില്ല. അപ്പോൾ അവരിലേക്ക് എങ്ങനെ ഈസി ആയിട്ട് എത്തിക്കണമെന്നാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു നിലവാരം ഉള്ള ഒരു സംഭവമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിലവാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവണം. അതിനനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എലിയെ കൊല്ലാൻ AK-47 ആവശ്യമില്ല, അതിനെ കൂടം കൊണ്ട് അടിച്ചു വന്നാൽ മതി. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞത് ആരോടുമുള്ള വിഷമം കൊണ്ടൊന്നുമല്ല, മറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയും ഒരിക്കലും ക്ലാസ് കാണരുത്.
ഈവൻ നിങ്ങൾക്കൊരു തെറ്റ് തോന്നിയാൽ നിങ്ങൾക്കത് തിരുത്താം. അത് ഞാൻ തെറ്റാണെങ്കിൽ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി ഞാൻ എൻ്റെ അറിവിനെയാണ് നിങ്ങൾ അറിവില്ലാത്ത ഒരു കാര്യം പ്രൊജക്റ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ് അറിയാവുന്ന കാര്യത്തേക്കാൾ കൂടുതൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നു. സാലിയൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൊമിനൻ്റ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിംഗർ എന്ന് പറയുന്ന വാക്ക് ഹറി, പെട്ടെന്ന്, ക്വിക്നെസ്, തിടുക്കത്തിൽ, ബ്രേക്ക് ആവുക. ഇവിടെ ലോയിറ്റർ ആണ്. ലോയിറ്റർ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക എന്നാണ്. വാക്ക് കെയർലെസ്ലി, വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെ വിളിക്കുന്ന ലോയിറ്റർ. ലിംഗർ എന്ന് പറഞ്ഞാൽ ലോയിറ്റർ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഇനി നമുക്ക് അടുത്ത 5 ടെൻസ് നമുക്ക് നോക്കാം. 5ഉം വ്യത്യസ്തമായ ടെൻസുകളാണ്. ജോൺ യൂഷ്വലി ഡാഷ് ടിൽ മിഡ് നൈറ്റ്. ടൈം വേർഡ് യൂഷ്വലി ആണ്. ഹബിച്വൽ ആക്ഷൻ കാണിക്കുന്നു. യൂഷ്വലി വന്നാൽ സിമ്പിൾ പ്രസന്റ്. ഓപ്ഷനിലേക്ക് പോകാവേ അതിനു മുമ്പ് സിമ്പിൾ പ്രസന്റ് V1 എന്നാണ് ഇതിന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് താഴെ V1 എന്ന് പറഞ്ഞാൽ റീഡും റീഡ്സും ഇത് രണ്ടുമാണ് വരാൻ സാധ്യതയുള്ള. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നോക്കണം. റീഡിങ് വരത്തില്ല, ഹാസ് ബീൻ റീഡിങ് വരത്തില്ല. യൂഷ്വലി വന്നുകൊണ്ട് റീഡ് റീഡ്സ്. ജോൺ ആയതുകൊണ്ട് റീഡ്സ്. സിംഗുലർ വന്നാൽ എസ് ഉള്ള വെർബ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രവി ഈസ് യൂസ്ഡ് ടു ഡാഷ് അറ്റ് നൈറ്റ്. രവി ഈസ് യൂസ്ഡ് ടു. ഇപ്പം യൂസ്ഡ് ടുന്റെ റൂൾ അറിയാമല്ലോ. യൂസ്ഡ് ടു എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്തുവാ? പണ്ട് സ്ഥിരമായിട്ട് ചെയ്തിരുന്നൊരു കാര്യം ഇപ്പം ചെയ്യുന്നില്ല. ഐ യൂസ്ഡ് ടു വാക്ക് എവറി ഡേ വെൻ ഐ വാസ് എ ചൈൽഡ്. കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് നടക്കാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പം യൂസ്ഡ് ടുവിന് ശേഷം സാധാരണഗതിയിൽ രവി യൂസ്ഡ് ടു. അപ്പം ആൻസർ റീഡ്. സാധാരണഗതിയിൽ വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം. യൂസ്ഡ് ടുവിന് ശേഷം സാധാരണഗതിയിൽ പ്രസന്റ് ബേസ് ഫോം ഉപയോഗിക്കണം. രവി ഈസ് യൂസ്ഡ് ടു. അതായത് യൂസ്ഡ് ടുവിന് തൊട്ട് മുമ്പിൽ ഈസാമാർ വാസ് വെയർ വന്നാൽ, നോട്ട് ദ പോയിന്റ്, യൂസ്ഡ് ടുവിന് തൊട്ട് മുമ്പിൽ ഈസാമാർ വാസ് വെയർ വന്നാൽ ശേഷം ING ഉപയോഗിക്കണം. അതാണ് റൂള്. അപ്പോൾ ഇവിടെ റീഡിങ് എന്ന് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യൂസ്ഡ് ടു മാത്രമേ ഉള്ളെങ്കിൽ വെർബിന്റെ ബേസ് ഫോം. യൂസ്ഡ് ടുവിന് തൊട്ട് മുമ്പിൽ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ വന്നാൽ ING ഉപയോഗിക്കണം. രണ്ടിനും രണ്ടർത്ഥമാണ്. രവി യൂസ്ഡ് ടു റീഡ് എന്ന് പറഞ്ഞാൽ രവി പണ്ട് സ്ഥിരമായിട്ട് വായിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. രവി ഈസ് യൂസ്ഡ് ടു റീഡിങ് എന്ന് പറഞ്ഞാൽ രവിക്ക് വായിച്ച് പരിചയമുണ്ട്, രവിക്ക് ആ ക്രിയ ചെയ്ത് പരിചയമുണ്ട് എന്നാണ്. ഓക്കെ, ആൻസർ റീഡിങ്. ഇവിടെ ഈസ് ഉണ്ടായതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെൻസ് ആണത്. ദ സൺ ഡാഷ് വെൻ ഐ ഗോട്ട് അപ്പ്. 2 പാസ്റ്റ് ആക്ഷൻ. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു. ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ബിഫോർ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു. ആദ്യം നടന്നത് ഹാഡ് പ്ലസ് V3യും രണ്ടാമത് നടന്നത് V2 അഥവാ സിമ്പിൾ പാസ്റ്റ്. ഇവിടെ ആദ്യം നടന്നത് സൂര്യൻ ഉദിച്ചതാ, പിന്നെ ഞാൻ എഴുന്നേറ്റത്. അർത്ഥം അതിനകത്ത് ധ്വനിയുണ്ട്. അപ്പൊ ഹാഡ് പ്ലസ് V3. ഹാഡ് റൈസൺ. ഹാഡ് റോസ് എന്ന് പറയുന്നത് റോസ് V2 ആ. റൈസൺ എന്നുള്ളത് V3 ആണ്. ഹാഡ്. ദ സൺ ഹാഡ് റൈസൺ വെൻ ഐ ഗോട്ട് അപ്പ്. എത്ര എളുപ്പമാണെന്ന് നോക്ക്. ചില കാര്യങ്ങൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ കട്ടിയുള്ള കാര്യങ്ങൾ പോലും സിമ്പിളായിട്ട് തോന്നും. എന്നാലേ നിങ്ങൾക്ക് താല്പര്യം തോന്നും. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ സിമ്പിളായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇറ്റ് ഡാഷ് സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം സിൻസും ഫോറും തന്നിട്ട് ഒരു ടൈം, അത് പോയിന്റ് ഓഫ് ടൈം ആയിക്കോട്ടെ, പീരീഡ് ഓഫ് ടൈം ആയിക്കോട്ടെ. സിൻസ് പറയുമ്പോൾ 10 o'clock എന്ന് പറയും. 4 പറയുമ്പോൾ 4 hours എന്നോ 2 hours എന്നോ 3 hours എന്നൊക്കെ പറയും. വന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഹാസ് ഓർ ഹാവ് പ്ലസ് ഫോം എങ്ങനെ വരും? ബീൻ പ്ലസ് ING എന്ന ഫോം വരും. സബ്ജക്റ്റുള്ള ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ആൻസർ ഹാസ് ബീൻ റെയിനിങ്. ഹാഡ് ബീൻ വരത്തില്ല. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ വിഷ് ഐ ഡാഷ് റിച്ച്. ഐ വിഷ് ഐ ഡാഷ് റിച്ച്. ഐ വിഷിന് ശേഷം പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. ഐ വിഷിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എല്ലാ പാസ്റ്റ് വെർബുകളും കണ്ടു. ഹാസ്, ഹാവ്, ഹാഡും തന്ന ഹാഡ്. ഈസു, ആമു, ആറും, വാസും, വേറും തന്ന വേറ്. ഡൂൺ, ഡസും, ഡിഡും തന്ന ഡിഡ്. ക്യാനും ഗുഡും ഒക്കെ തന്ന കുഡ്.
ഇതാണ് സാധാരണ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്. ഐ വിഷ് ഐ ഹാഡ്, ഐ വിഷ് ഐ വെയർ, ഐ വിഷ് ഐ ഡിഡ്, ഐ വിഷ് ഐ കുഡ്. അർത്ഥം എന്താണ്? ഐ വിഷ് ഐ ഹാഡ് എ ലാപ്ടോപ്പ്, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ വെയർ എ ബേർഡ്, ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഡിഡ് ദ ഹോംവർക്ക്, ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ. ഐ വിഷ് ഐ കുഡ് ഡു ഇറ്റ്, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഉണ്ടായിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ, ചെയ്തിരുന്നെങ്കിൽ, കഴിഞ്ഞിരുന്നെങ്കിൽ. ഇനി നോക്കണം, വരാൻ സാധ്യതയുള്ള 4 ഇതാ. വേറുണ്ട്, ഹാഡ് ഉണ്ട്, ആമും വാസും വരത്തില്ല. ഐ വിഷിന് ശേഷം ഒരിക്കലും വാസ് എഴുതത്തില്ല, വേറെ എഴുതത്തുള്ളൂ. ഇനി അർത്ഥം നോക്കണം. ഐ വിഷ് ഐ ഹാഡ് റിച്ച് ആണോ? റിച്ച് ഉണ്ടായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ വെയർ റിച്ച്, ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ. കറക്റ്റ് കിട്ടിയത് ആയിരുന്നെങ്കിൽ. ഹാഡ് റിച്ച്, റിച്ച്നെസ് എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, റിച്ച് അഡ്ജക്റ്റീവ്, അതുകൊണ്ട് ഐ വിഷ് ഐ വെയർ റിച്ച്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് 40 ചോദ്യങ്ങളാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ്. നമുക്ക് പ്രിപ്പോഷൻ നോക്കാം. ദ അക്യൂസ്ഡ്, അക്യൂസ് കാണുമ്പോഴേ ചാടിക്കയറി ഓഫ് എഴുതും. അക്യൂസ് കാണുമ്പോഴേ ചാടിക്കയറി ഓഫ് എഴുതും. അക്യൂസിന് ശേഷം ഓഫ്, തെറ്റാ. ഇവിടെ നോക്ക്, അക്യൂസിന് ശേഷം ഓഫാ. ഇവിടെ ചോദ്യം നോക്ക്. ദ അക്യൂസ്ഡ്, കുറ്റം ആരോപിച്ച ആള്, ആ ആളാണ്. ദ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അയാളാണ്. അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദ ഉപയോഗിച്ചിരിക്കുന്നു. ദ റിച്ച്, സമ്പന്നർ എന്ന് പറയുന്നത്. ദ അക്യൂസ്ഡ്, അക്യൂസ്ഡ് ഡാഷ് മർഡർ കേസ് ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു കസ്റ്റഡി, മർഡർ കേസിൽ ആരോപിച്ച കുറ്റവാളി. അപ്പം കസ്റ്റഡിയിലെടുത്തു. അപ്പം പറയുമ്പോൾ ദ അക്യൂസ്ഡ് ഇൻ ദ മർഡർ കേസ്, ഇൻ മർഡർ കേസ് ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു കസ്റ്റഡി. നമ്മളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അക്യൂസ് കാണുമ്പോൾ ചാടിക്കയറി നമ്മൾ ഓഫ് എഴുതും. പക്ഷെ ഇവിടെ അക്യൂസ്ഡ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ ആളെ കാണിക്കുക. അപ്പോൾ ഇൻ മർഡർ കേസ് ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു കസ്റ്റഡി. ഏറ്റവും കൂടുതൽ വരെ തെറ്റിദ്ധരിപ്പിച്ചൊരു ചോദ്യമാണിത്. ദ ഗേൾ വാസ് ഷിവറിങ് വിത്ത് കോൾഡ്, തണുപ്പ് കൊണ്ട് വിറച്ചു, തണുപ്പ് കൊണ്ട് വിറച്ചു. ഷിവറിങ് വിത്ത്, ആൻസർ വിത്ത്. എളുപ്പമുള്ളതാണ്, ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ മെനി ഓഫ് us ക്യാൻ അഡാപ്റ്റ് ഡാഷ് ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ്. അഡാപ്റ്റിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അഡാപ്റ്റഡ് ടു, അഡാപ്റ്റ് ടു ചേഞ്ച്ഡ് സിറ്റുവേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. വേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോസിഷൻ. നെക്സ്റ്റ്, the college term will end dash a month. The college term will end dash a month. കോളേജ് ടേം 1 മാസത്തിനുള്ളിൽ അവസാനിക്കും. end in a month, ഉള്ളിൽ, ഇൽ എന്നർത്ഥം വരുന്നത്. The college term will end in a month. സംശയം ഉണ്ടെങ്കിൽ നോക്കണേ. The college term will end in a month. over, after, with ഒന്നും വരുത്തില്ല. in a month, 1 മാസത്തിനുള്ളിൽ. She has no qualms dash questioning him. qualms എന്ന് പറഞ്ഞാൽ ഡൗട്ട് എന്നാണ്. ഡൗട്ട്, സംശയം. qualms എന്ന് പറയുന്ന വാക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ വാക്കായിരിക്കും. ഈ വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ പഠിച്ചു വെക്കണം. എബൌട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫ്രേസസ്. ഓൺ ദ റോക്സ്. ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞാൽ ട്രബിൾ, പ്രശ്നത്തിലാവുക, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക എന്നൊക്കെയാണ് അർത്ഥം. ലൈക്ലി ടു ഫെയിൽ ആണ് ഇവിടെ, ഒരുപാടൊന്നും ആലോചിക്കണ്ട. ലൈക്ലി ടു ഫെയിൽ എന്നർത്ഥം വരുന്ന, ട്രബിൾസം എന്നർത്ഥം വരുന്ന, ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആവുന്ന ഇതിനെയൊക്കെ ഓൺ ദ റോക്സ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കോൾഡ് ബ്ലഡ്, ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഇൻ കോൾഡ് ബ്ലഡ്. ഇൻ കോൾഡ് ബ്ലഡ് ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനഃപൂർവ്വം. ദ മർഡർ വാസ് ഡൺ ഇൻ കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നടത്തിയ കൊലപാതകം. ഓൺ ടെൻഡർ ഹൂക്സ്. ഓൺ ടെൻഡർ ഹൂക്സ് എന്ന് പറഞ്ഞാൽ ഇലേറ്റഡ്, ഹാപ്പി എന്നാണ്. ജൂബിലന്റ്, ഹാപ്പി എന്നാണ്. ഗ്രീഡി, അത്യാഗ്രഹമുള്ളത്. വറീഡ്. അപ്പം ഇത് രണ്ടും ഒരേ അർത്ഥമായിട്ട് ഹാപ്പി ആയിട്ട് ഇത് രണ്ടും വരത്തില്ല. പിന്നെ ഉള്ളത് ഗ്രീഡി, അത്യാഗ്രഹം. വറീഡ്, വിഷമിച്ച. ഓൺ ടെൻഡർ ഹുക്സ് എന്ന് പറഞ്ഞ അർത്ഥം വറീഡ് എന്നാണ്, വിഷമിച്ചിരിക്കുന്ന എന്നാണ്. നെക്സ്റ്റ്, അറ്റ് ലെങ്ത്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന 5 എണ്ണം. ടെൻസ് കഴിഞ്ഞ് പ്രിപ്പോഷനും കഴിഞ്ഞ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഏറ്റവും കട്ടിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്, ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ. അറ്റ് ലെങ്ത്. അറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് കേൾക്കുമ്പോഴേ അറിയാൻ ഡീറ്റെയിൽ. ലെങ്ത്, നീളമുള്ള. ഡീറ്റെയിൽ, ഇൻ ഡീറ്റെയിൽ എന്ന് പഠിച്ചു വെക്കണം. ഒരുപാട് ആലോചിക്കണ്ട, തലമുണ്ണാക്കണ്ട. അറ്റ് ലെങ്ത്, ഇൻ ഡീറ്റെയിൽ. ടു പ്രീൻ. ഇത് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ. അതായത് ഒരു കിളി അതിൻ്റെ ചിറകിനകത്തുനിന്ന് അഴുക്ക് കൊത്തിക്കളയുന്നതിന് പ്രീനിങ് ദ ഫെദർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ്? കൺസോൾ, ആശ്വസിപ്പിക്കുക. ടു ക്ലീൻ, ക്ലീൻ ചെയ്യുക. അത് തന്നെ അർത്ഥം, ഒരുപാട് ആലോചിക്കണ്ട. പ്രീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എന്നാണ്.
പ്രത്യേകിച്ചും പക്ഷികളുടെ ചിറകിൽ അത് കൊത്തിയെടുത്ത് കളയുന്നതിനെയാണ് പ്രീനിങ് എന്ന് പറയുന്നത്. ഇഫ് ദ മാനേജർ ലെറ്റ് ഹിം ഗോ ഐ ഡാഷ് അറ്റ് വൺസ്. സൂപ്പർ ചോദ്യമാണ്. ഈ ചോദ്യം എന്തുകൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ V1ഉം V2 അത് തന്നെ. ലെറ്റ് V1ഉം ആണ്, അതേസമയം V2 ആണ്. അതായത് ഇവിടെ ലെറ്റ് V1 ആണെങ്കിൽ വിൽ സ്റ്റാർട്ട് വരും, ഇവിടെ ലെറ്റ് V2 ആണെങ്കിൽ വുഡ് സ്റ്റാർട്ട് വരും, വേറെ ഒന്നും വരത്തില്ല, വിട്ടേരെ. ഇഫ് ദ മാനേജർ ലെറ്റ് മീ ഗോ ഐ ഡാഷ് അറ്റ് വൺസ്. ഇത് കണ്ടുപിടിക്കാൻ നല്ലപോലെ ഗ്രാമർ അറിയുന്ന ഒരാൾക്കേ പറ്റൂ. നിങ്ങൾക്ക് ക്ലൂ കണ്ടുപിടിക്കാമോ? ഇതിൻ്റെ ആൻസർ ഇവിടെ ലെറ്റ് V2 ആ. അപ്പം നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് V1 ആകില്ല? ലെറ്റിൻ്റെ V1ഉം ലെറ്റ് തന്നെയല്ലേ? നിങ്ങൾക്കൊരു സംശയം വരാം. സംശയിക്കണ്ട, ആർക്കെങ്കിലും പറയാമോ ഇതിൻ്റെ കാര്യം? ആൻസർ വുഡ് സ്റ്റാർട്ടാ. ഇതാ ആൻസർ. സെക്കൻഡ് കണ്ടീഷനാ. ലെറ്റ് എങ്ങനെ V2 ആയി, V1 ആയില്ല? ഞാൻ പറയട്ടോ, സിമ്പിൾ. മാനേജർ സിംഗുലറാ, സിംഗുലർ വന്നാൽ ലെറ്റ്സ് എന്ന് വരും. V1 ആയിരുന്നെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അനുസരിച്ച് ലെറ്റ്സ് എന്ന് വരും. സൂപ്പർ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇട്ടവനെ സമ്മതിക്കണം. ഈ പുട്ട്, കട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഇതുപോലെ ഇത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റാണ്. ഇവിടെ മാനേജേഴ്സ് ആയിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, രണ്ടിടത്തും ലെറ്റ് വരും. അപ്പോൾ രണ്ട് ഉത്തരവ് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് ചോദ്യം ഉണ്ടായിട്ട് വേഗത്തിൽ പോകുന്നു. ഇഫ് ഹി ഹാഡ് കൺസൾട്ടഡ് എ ഡോക്ടർ. ഹാഡ് കൺസൾട്ടഡ് വരുമ്പം ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 വരുമ്പം വുഡ് ഹാവ് V3. വുഡ് ഹാവ് V3. വുഡ് ഹാവ് ക്യൂവേഡ്. വുഡ് ഹാവ് ബീൻ ക്യൂവേഡ്. നിൽക്കട്ടെ, വുഡ് ഹാവ് ഉള്ളതെല്ലാം നോക്കാം. ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇത് രണ്ടേ ഉള്ളു. ഈ ഹാർഡ് V3 വരുമ്പോൾ ശരിയാവുന്ന ഇത് രണ്ടുമാണ്. ഹിസ് ഡിസീസ് വുഡ് ഹാവ് ക്യൂവേഡ് ആണോ, ഹി വുഡ് ഹാവ് ബീൻ ക്യൂവേഡ് ആണോ? ഏതാണ് കറക്റ്റ്? ഇവിടെ നമുക്ക് തോന്നും രണ്ട് ശരിയാണെന്ന്. നമ്മൾ വുഡ് ഹാവ് V3 നോക്കുമ്പോൾ ഇവിടെ വുഡ് ഹാവ് ബീൻ എങ്ങനെ വരും? ബീൻ V3 ആണ്, പിന്നെ ക്യൂവേഡ് കിടക്കുന്നത് അതിൻ്റെ പാസീവാണ്. വുഡ് ഹാവ് V3 എന്നുള്ളതിൻ്റെ പാസീവാണ് വുഡ് ഹാവ് ബീൻ V3 എന്നുള്ളത്. അപ്പോൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് അർത്ഥം നോക്കാൻ പഠിക്കണം. അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ അസുഖം മാറുമായിരുന്നു എന്ന് പറയുമ്പോൾ അസുഖം തനിയെ മാറത്തില്ല, അസുഖം മറ്റൊരാളാൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു മാറുന്നുകൊണ്ട് ഹി വുഡ് ഹാവ് ബീൻ ക്യൂവേഡ്. അവൻ സുഖപ്പെടുമായിരുന്നു, പാസീവ് വരും. ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആൻസർ അങ്ങനെയാണ്, ഹി വുഡ് ഹാവ് ബീൻ ക്യൂവേഡ്. വുഡ് ഹാവ് V3യുടെ പാസീവ് ആണ് വുഡ് ഹാവ് ബീൻ V3. ഇത് ഇഫ് ക്ലോസിൻ്റെ മാക്സിമം ലെവലിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. നമുക്ക് ഇതുപോലത്തെ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ചൂസ് ദ സെന്റൻസ് വിച്ച് ഈസ് ഗ്രാമാറ്റിക്കലി റോങ്. തെറ്റേതാണ്? ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് തെറ്റൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് ഒന്ന് കണ്ടുപിടിക്കാം, നോക്കാം. രാജു ഈസ് നെയ്തർ അറഗൻ നോർ സെൽഫിഷ്. ശരിയാ, രാജു ഈസ്, തെറ്റൊന്നുമില്ല. നെയ്തർ അറഗൻ നോർ സെൽഫിഷ്, അത് ശരിയാണ്. അതിനകത്ത് എന്തോ തെറ്റ്? സബ്ജക്റ്റ് വർബ് രാജു ഈസ്, വേറെ ഒന്നും കുഴപ്പമില്ല. ദ ക്യൂസിൻ വാസ് ബോട്ട് സ്പൈസി ആൻഡ് എക്സ്ട്രീംലി ഡെലീഷ്യസ്. വേണമെങ്കിൽ ക്യൂസിൻ സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സിംഗുലർ ഉപയോഗിച്ച് തെറ്റൊന്നുമില്ല. ആൻഡ് ഇവിടെ എക്സ്ട്രീംലി എന്നുള്ള വാക്ക് ഇവിടെ ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സെൻറ്റൻസ് ആണ് അവർ തെറ്റെന്ന് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും ആ സെൻറ്റൻസിൽ എനിക്ക് വലിയ മിസ്റ്റേക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും, നമുക്കിനി ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് സൂചിപ്പിക്കാം. നോട്ട് ഓൺലി രാജു ബട്ട് ആൾസോ ഹിസ് ബ്രദേഴ്സ് ആർ ഹാൻസം. രാജു ആൻഡ് ഹിസ് ബ്രദേഴ്സ്. നോട്ട് ഓൺലി ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ബ്രദേഴ്സ്, അപ്പോൾ ആറാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് മാറുന്നത്. കറക്റ്റ്. എയ്തർ ഹി ഓർ ഐ ആം ഹാപ്പി. എയ്തർ ഓർ ചേർത്ത് എഴുതുമ്പോഴും രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാവും, അതും കറക്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന ഉത്തരം ദ ക്യൂസിൻ വാസ് ബോട്ട് സ്പൈസി ആൻഡ് എക്സ്ട്രീംലി ഡെലീഷ്യസ്. ഒരുപക്ഷെ ഈ എക്സ്ട്രീമിൽ എന്നുള്ള വാക്ക് ഇവിടെ വന്നതാവാം. ബോത്ത് ആൻഡ് ചേർക്കുമ്പോൾ അങ്ങനെ ഒരു ആഡ് വെർബ് വരേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാവാം. നെക്സ്റ്റ്, ദ പ്രോഗ്രാം ബിഗിൻസ് വെൻ ദ മിനിസ്റ്റർ അറൈവ്സ്. രണ്ട് സെൻറ്റൻസ്. പ്രോഗ്രാം തുടങ്ങുന്നു, മിനിസ്റ്റർ വരുന്നു. എപ്പോഴാണോ മിനിസ്റ്റർ വരുന്നത്? ഇവിടെ ആസൂണാസ് ചേർത്ത് കണക്ട് ചെയ്യണം. ആസൂണാസ് ചേർക്കുമ്പോൾ ടെൻസ് മാറ്റരുത്. രണ്ടിടത്തും ബിഗിൻസും രണ്ടിടത്തും അത് തന്നെ. പ്രസന്റ് ആണെങ്കിൽ രണ്ടിടത്തും പ്രസന്റ്, പാസ്റ്റ് ആണെങ്കിൽ രണ്ടിടത്തും പ്രസൻസ്. ഇനി അങ്ങനെയുള്ളത് നോക്ക്. ആസൂണാസ് ദ മീറ്റിംഗ് ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ അറൈവൽ ഓഫ് മിനിസ്റ്റർ. ഒരിക്കലും ഈ ആസൂണാസ് ചേർക്കുമ്പോൾ ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഇങ്ങനെ മാറത്തില്ല കേട്ടോ. ദ പ്രോഗ്രാം ബിഗിൻസ് ആസ് സൂൺ ആസ് ദ മിനിസ്റ്റർ അറൈവ്സ്. ഇത് ശരിയാ. ആസ് സൂൺ ആസ് ദ മിനിസ്റ്റർ അറൈവ്സ് ദ പ്രോഗ്രാം. തിരിച്ചും പറയാം, തിരിച്ചു പറഞ്ഞാലും ശരിയാ. കാരണം രണ്ടിടത്തും സെയിം വെർബ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു, ഒരു കുഴപ്പമില്ല.
Okay, next. The minister arrives as soon as the program begins. The minister arrives as soon as the program begins. അല്ല തെറ്റാ. As soon as the minister arrives, the program begins. ഇത് തിരിച്ചാ പറഞ്ഞേക്കുന്നത്. As soon as the minister arrives, the program begins. പിന്നെ മിനിസ്റ്റർ വന്നാൽ ഉടൻ തന്നെ പ്രോഗ്രാം തുടങ്ങും. ഇത് തിരിച്ചാ അവർ പറഞ്ഞേക്കുന്നത്. പ്രോഗ്രാം തുടങ്ങിയ ഉടൻ തന്നെ മിനിസ്റ്റർ വരുന്ന വരത്തില്ല. As soon as the minister arrives, ഇത് കറക്റ്റാ. The program will എന്തിനാ വിൽ ബിഗിൻസ് തെറ്റാ. വിൽ ബിഗിൻ എന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിലും വിൽ അവിടെ വേണ്ട, ബിഗിൻസ്. അപ്പോൾ ഒറ്റ ശരി ഉത്തരവേ ഉള്ളൂ. ദ പ്രോഗ്രാം ബിഗിൻസ് ആസ് സൂൺ ആസ് ദ മിനിസ്റ്റർ അറൈവ്സ്. അല്ലെങ്കിൽ ഇങ്ങനെ വരും, ആസ് സൂൺ ആസ് ദ മിനിസ്റ്റർ അറൈവ്സ് ദ പ്രോഗ്രാം ബിഗിൻസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇതാണ് കറക്റ്റ്. നെക്സ്റ്റ്, ദ ഹയർ യു ക്ലൈം ദ മോർ എന്ന പ്രയോഗം. ദായ്ക്ക് ശേഷം കമ്പാരറ്റീവ് ഡിഗ്രി വന്നാൽ അടുത്തടുത്തും ദാ എഴുതിയിട്ട് കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ടാളർന്നോ ഗ്രേറ്റർന്നോ. ദ കൂളർ കണ്ട. ദ ഫാസ്റ്റർ യു വാക്ക് ദ സൂണർ യു റീച്ച്. കണ്ടോ? അതുകൊണ്ട് രണ്ടിടത്തും ദ ഹയർ ദ സൂണർ, ദ ഹയർ ദ കൂളർ. ദ കൂളർ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ദ മോർ എന്നുള്ളൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. ഷീ അറ്റംപ്റ്റഡ്, ഇനിയുള്ളതെല്ലാം മറ്റേ ജെറൻഡ് ഇൻഫിനിറ്റീവാ. നല്ല സൂപ്പർ ചോദ്യങ്ങളാണ്. ഷീ അറ്റംപ്റ്റഡ് ടു കമ്മിറ്റ് ആണോ കമ്മിറ്റിംഗ് ആണോ? സൂയിസൈഡ്. ഐ ആസ്ക്ഡ് ഹർ ടു എക്സ്പ്ലെയിൻ ആണോ എക്സ്പ്ലെയിനിങ് ആണോ? വാട്ട് ലെഡ് ഹർ തിങ്കിങ് ആണോ ടു തിങ്ക് ആണോ ഓഫ് ഇറ്റ്? ഇവഞ്ച്വലി ഷീ റിഗ്രറ്റഡ് ടു ഡു ആണോ ഡൂയിങ് സച്ച് സ്റ്റുപ്പിഡിറ്റി ആണോ? ടു ഡു ആണോ ഡൂയിങ് ആണോ? ഇതിൻ്റെ ടു ഇൻഫിനിറ്റീവ് ആണോ ജെറൻഡ് ആണോ ചേർക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഷീ അറ്റംപ്റ്റഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ടു കമ്മിറ്റ് രണ്ടിടത്തുണ്ട്. നമുക്ക് ഓപ്ഷൻ നോക്കി ഡിലീറ്റ് ചെയ്യാവേ. ഐ ആസ്ക്ഡ് ഹർ ടു എക്സ്പ്ലെയിൻ രണ്ടിടത്തുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ. വാട്ട് ലെഡ് ഹർ ടു തിങ്ക് അടക്കുന്നു. തിങ്കിങ് അല്ല, ടു തിങ്ക്. വാട്ട് ലെഡ് ഹർ ടു തിങ്ക് ഓഫ് ഇറ്റ്? ഇവഞ്ച്വലി ഷീ റിഗ്രറ്റഡ് ഡൂയിങ്. ഉത്തരം കിട്ടി നമുക്ക്. ഷീ അറ്റംപ്റ്റഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഐ ആസ്ക്ഡ് ഹർ ടു എക്സ്പ്ലെയിൻ വാട്ട് ലെഡ് ഹർ ടു തിങ്ക് ഓഫ് ഇറ്റ്. ഇവഞ്ച്വലി ഷീ റിഗ്രറ്റഡ് ഡൂയിങ്. ഇവിടെ മാത്രം ING, ബാക്കിയെല്ലാം ടു. സച്ച് സ്റ്റുപ്പിഡിറ്റി. ആൻസർ അങ്ങനെ വരും. ടു കമ്മിറ്റ്, ടു എക്സ്പ്ലെയിൻ, ടു തിങ്ക്, ഡൂയിങ്. യൂസ് ദ കറക്റ്റ് മോഡൽ ഓക്സിലറി വെർബ്. 32ാമത്തെ ചോദ്യം മാറി. ഇൻഫിനിറ്റീവ് ഒരു ചോദ്യമേ ഉള്ളൂ. മോഡൽ ഓക്സിലറി വെർബ്. ഷീ ആൾവേസ് ബൈ കോസ്റ്റ്ലി തിങ്സ്. എപ്പോഴും അവള് വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കും. ഷീ ഡാഷ് റിച്ച്. ഷീ മസ്റ്റ് ബി റിച്ച്. അവള് തീർച്ചയായും സമ്പന്നയായിരിക്കണം. ബാക്കിയൊന്നും വരത്തില്ല. മസ്റ്റ് ബി എന്നുള്ളതേ വരും. മസ്റ്റ് ഹാവ് വരത്തില്ല. ഓട്ട് ടു ബി വരത്തില്ല. ഹാവ് ടു ബി വരത്തില്ല. ഷീ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് ടു ബി എന്നേ പറയത്തുള്ളൂ. ഷീ മസ്റ്റ് ബി റിച്ച്. ഐ ഹാഡ് നോ ചോയ്സ് ഡാഷ് സൈൻ ദ ഡോക്യുമെന്റ്. എനിക്ക് ഡോക്യുമെന്റ് സൈൻ ചെയ്യാതെ വേറെ വഴിയില്ല. അതാണ്. സോ ഡോക്യുമെന്റ് സൈൻ ചെയ്യുകയല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴികളില്ല. ഇൻ കേസ് ഒരു പക്ഷേ എന്നാണ്. ദോ എന്നിരുന്നാലും എന്നാണ്. ഫോർ ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ എന്നാണ്. സോ ആൻസർ ബട്ട് ടു. ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടു സൈൻ ദ ഡോക്യുമെന്റ്സ്. എനിക്ക് ചോയ്സ് ഡോക്യുമെന്റ് സൈൻ ചെയ്യാതെ വേറെ മാർഗമില്ല. സമയം കളയുന്നില്ല. അടുത്ത ചോദ്യം കുറച്ച് സ്പീഡിൽ പോകുന്നു. ദേ ഹാഡ് ദെയർ ലഞ്ച് ടുഗദർ അറ്റ് 2 o'clock. ഹാഡ് ക്വസ്റ്റ്യൻ്റെ അതാണ്. ഹാഡ് വന്നാൽ ഒന്നീ ഹാഡിൻ്റെ അല്ലെങ്കിൽ ഡിഡിൻ്റെ. എവിടെ വ്യത്യാസം? ഹാഡ്, ഐ ഹാഡ് എ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ഹാഡിൻ്റെ ആയി. ഐ ഹാഡ് ലഞ്ച് എന്ന് പറയുമ്പോൾ ഡിഡിൻ്റെ ആയി. ആഹാരം കഴിച്ചു എന്ന അർത്ഥത്തിലാണ് ഹാഡ് വരുന്നതെങ്കിൽ ഹാഡിനെ ഡിഡ് ആക്കണം. ആൻസർ ദേ ഹാഡ് ദെയർ ലഞ്ച്. ആഹാരം കഴിച്ചു എന്നാണ്. അപ്പം ഡിഡിൻ്റെ ദേ. ആൻസർ ഡിഡിൻ്റെ ദേ. പഠിച്ചു വെക്കണം. അല്ലായിരുന്നെങ്കിൽ ഹാഡിൻ്റെ ദേ എന്ന് വന്നേനെ. ഇൻ വില്ലേജസ് ഇൻ ഇന്ത്യ ഗുഡ് ഹോസ്പിറ്റൽസ് ആർ. ഇത് സബ്ജക്റ്റ്, ഇത് ഓക്സിലറി വെർബ്. ഗുഡ് ഹോസ്പിറ്റൽസ് ആകുമ്പം ദേ ആണ്. ആറ് വരുമ്പം ആറിൻ്റെ സെന്റൻസ് പോസിറ്റീവാ. ആർ ഫ്യൂ, സോറി സെന്റൻസ് നെഗറ്റീവാ. ഫ്യൂ ഉണ്ടായോണ്ട്. അതുകൊണ്ട് ആർ ദേ. മനസ്സിലായോ? ഗുഡ് ഹോസ്പിറ്റൽ സബ്ജക്റ്റ് വരുമ്പം ദേ, ആറ് വരുമ്പം ആറ്, ഫ്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ആർ ദേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞേക്കുന്ന പിന്നെ ആറിൻ്റെ ദേ എന്നാ തെറ്റ. ആർ ദേ കറക്റ്റ്. ഇൻ വില്ലേജസ് ഇന്ത്യ ഗുഡ് ഹോസ്പിറ്റൽസ് ആർ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആൻസർ എന്തായാലും ആർ ദേ. ഫ്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ആർ ദേ ആണ്. സംശയിക്കേണ്ട. ഇവിടെ ആറിൻ്റെ ദേ എന്നാണ് തെറ്റാണ്. ആർ ദേ. നെക്സ്റ്റ്,
ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോറിൻ വേർഡ്സ്. 5 ഫോറിൻ വേർഡുകളൂടെ കഴിയുമ്പോൾ അവസാനിക്കുന്നു. സോ ഞാൻ ഇതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകാം, ബാക്കിയുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ മൊത്തം കൺഫ്യൂസ്ഡ് ആയിപ്പോയി, വന്ന ഫ്ലോ അങ്ങ് പോകും. 5 ഇപ്പം പഠിപ്പിക്കാം, ബാക്കിയുള്ളത് മറ്റ് ക്ലാസ്സുകളിൽ ഇതുപോലെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാം. ഓക്കെ. എ ക്ലോസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. നമ്മുടെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ വിളിക്കുന്ന പേര് ഫിഡസ് അക്കാറ്റസ് എന്നാണ്. കണ്ടോ, ഫിഡസ് അക്കാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയ്ത്ത്ഫുൾ ഫ്രണ്ടാണ്. അത് എഴുതി വെച്ച് പഠിച്ചോ, ബാക്കി അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞാൽ കൺഫ്യൂസിങ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും. ഞാൻ മറ്റൊരു ക്ലാസ്സിൽ അത് അവതരിപ്പിക്കാം. ഫിഡസ് അക്കാറ്റസ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. ഓക്കെ. നെക്സ്റ്റ്, വെരി അപ്രോപ്രിയേറ്റ് ആൻഡ് ആപ്റ്റ്. എല്ലാം പറഞ്ഞു പോകത്തിൻ്റെ കാരണം എന്തെന്നറിയാമോ? കൺഫ്യൂഷൻ ആവും. വേറെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ മറ്റൊരു ക്ലാസ്സിൽ ഇത് കൊണ്ടുവന്ന് പറഞ്ഞുതരാം. അപ്രോപ്പോസ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്രോപ്രിയേറ്റ് ആൻഡ് ആപ്റ്റ്, അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കും കൂടെ ആയത് അപ്രോപ്പോസ്. വെരി അപ്രോപ്രിയേറ്റ് ആൻഡ് ആപ്റ്റ്, അപ്രോപ്പോസ്. വെരി അപ്രോപ്രിയേറ്റ് ആൻഡ് ആപ്റ്റ്, അതിനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. നെക്സ്റ്റ്, എ ഡെഡ് ലോക്ക് ഓർ സ്റ്റെയിൽ മേറ്റ് സിറ്റുവേഷൻ. ഡെഡ് ലോക്ക് ഓർ സ്റ്റെയിൽ മേറ്റ് സിറ്റുവേഷനെ വിളിക്കുന്ന പേര്, ഡെഡ് ലോക്ക് എന്ന അർത്ഥം വരുന്ന വാക്ക് കൾഡേസാക്ക്. കൾഡേസാക്ക്, കൾഡേസാക്ക് എന്ന് വെച്ചാൽ ഡെഡ് ലോക്ക് എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, ദ എക്സിസ്റ്റിംഗ് ഓർ കറന്റ് സിറ്റുവേഷൻ. അറിയാമല്ലോ നിങ്ങൾക്ക്, സ്റ്റാറ്റസ് ക്വോ എന്നാണ്. സ്റ്റാറ്റസ്, സിറ്റുവേഷൻ എന്നുള്ള അർത്ഥം വരുന്ന ഒരു ഫോറിൻ വേർഡാണ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് ക്വോ എന്ന് പറഞ്ഞ അർത്ഥം എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. എന്താണ് സ്റ്റാറ്റസ് ക്വോ എന്ന് പറഞ്ഞ അർത്ഥം? എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്. ചോദിച്ചതാ ബെറ്റ നോയർ. ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക് ബെറ്റ നോയർ എന്ന് പറയും, ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡിഗ്രി മെയിൻസ് അതുപോലെ സെക്രട്ടറിയേറ്റ് ടെസ്റ്റിന് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള 40 കിടിലൻ ചോദ്യങ്ങളാണ്. സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സജഷൻസ് നിങ്ങൾക്ക് പറയാം. ആത്മാർത്ഥമായിട്ട് സ്ഥിരമായിട്ട് ക്ലാസ് കാണുന്ന ആർക്കും കമൻറ്റ് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം, പരാതിപ്പെടാം. എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ കോപ്പറേഷൻ. ഇനിയും ക്ലാസ് നിങ്ങൾക്ക് ഞാൻ തരും, നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച്. തൽക്കാലത്തേക്ക് വിടവാകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.